ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ആരെയാണ് തേച്ചത് എന്നാണ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും സംശയം. ഗബ്രി ജാസ്മിനെയാണോ, ജാസ്മിൻ ഗബ്രിയെയാണോ തേച്ചത്? മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ. പക്ഷെ ലൈവ് കാണുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ അല്ല ഗബ്രിയെ തേച്ചത്, ഗബ്രിയാണ് ജാസ്മിനെ തേച്ചതെന്നാണ്. അവിടെ തന്റെ മനസ്സിലുള്ള പ്രണയം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ. ഇത്രയും നാളും പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വന്ന പനി അത് തനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി. തനിക്ക് എത്രത്തോളം അവൻ പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലായി എന്നാണ് അവിടെ പറയുന്നത്. അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ. അവന് ഭക്ഷണം കഴിച്ചോ, അവൻ കിടന്നോ, അവൻ എവിടെയാണ്, അവൻ ഓക്കെ ആണോ എന്നാണ് ഞാൻ പനിച്ചു കിടക്കുമ്പോഴും റസ്മിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഫുൾ ടൈം അന്വേഷിച്ചിരുന്നത്. അപ്പോഴാണ് അവൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്റെ കണ്ണുകളിലെ പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അവനായിരുന്നു എന്റെ സ്ഥാനത്ത് പനിച്ച് കിടന്നിരുന്നതെങ്കിൽ എനിക്ക് ആ റൂമിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ റൂമിന്റെ പുറത്ത് ഞാൻ കസാരയിട്ട് അവനെ നോക്കിയിരുന്നേനെ. പക്ഷേ എനിക്ക് പനി വന്നപ്പോൾ അവൻ ഒരു പ്രശ്നവുമില്ലാതെ ഗെയിമും കളിച്ച് അടിച്ചു പൊളിച്ച് എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് ഉഷാറായിട്ട് അതുപോലെ അവൻ നടന്നു എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അപ്പോൾ അതാണ് ജാസ്മിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം. എന്റെ അടുത്തുള്ള ആ ഒരു വികാരവും പ്രണയവും എല്ലാം അവന് അപ്പൊ ഇല്ലേ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ ജാസ്മിനെ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെ അടുത്തും സ്നേഹം കാണിക്കുന്നു, എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്നു, എന്നോടും അതുപോലെ തന്നെ സംസാരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമായി ജാസ്മിന്റെ മുന്നിൽ നിൽക്കാണ്. പുറത്തുനിന്ന് വന്ന എല്ലാ മത്സരാർത്ഥികളും ജാസ്മിനെ കുറ്റപ്പെടുത്താണ്. എന്തിനീ റിലേഷൻ, നിന്റെ ഗെയിം കളഞ്ഞില്ലേ ഈ ബന്ധം എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ജാസ്മിനെ ഈ ബന്ധത്തിന് എന്താണ് അർത്ഥം എന്ന് പ്രേക്ഷകരെ അറിയിക്കണമെന്ന ആഗ്രഹം. പ്രണയം എന്നൊരു വികാരം തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രണയിച്ചിനി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ജാസ്മിന്റെ ആഗ്രഹം. പക്ഷേ അതിന് നോ പറഞ്ഞിരിക്കുകയാണ് ഗബ്രി. എന്തായാലും ജാസ്മിൻ അല്ല ഇപ്പോഴത്തെ നിലയിൽ ഗബ്രിയെ തേച്ചത്, ഗബ്രിയാണ് ഇപ്പോൾ ജാസ്മിനെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്.